ബിഗ് ബോസ് മലയാളം സീസൺ 7 തുടക്കത്തിൽ തന്നെ ശ്രദ്ധിച്ചു തുടങ്ങിയ ഒരു മത്സരാർത്ഥിയാണ് അനീഷ്. അനീഷ് ഒരു സർക്കാർ ജോലിയുള്ള ഒരാളാണെന്നും 5 വർഷമായി ആ ജോലിയിൽ നിന്നും ലീവ് എടുത്ത് ബിഗ് ബോസിലേക്ക് കയറാൻ വേണ്ടി നിരന്തരം പരിശ്രമിച്ചുകൊണ്ടിരുന്ന ആളാണെന്നും ലാലേട്ടൻ ഇന്നലെ പറയുകയുണ്ടായി. തുടക്കത്തിൽ തന്നെ പല സീസണുകളും കണ്ട് പഠിച്ച് വിശകലനം ചെയ്തതിനു ശേഷം ഈ വീട്ടിനകത്ത് കയറിയ അനീഷ് അവിടെയുള്ള മത്സരാർത്ഥികളെ പരമാവധി പ്രകോപിപ്പിച്ച് ഒറ്റപ്പെടൽ സ്ട്രാറ്റജിയൊക്കെ എടുക്കാൻ വേണ്ടി ശ്രമിച്ചു. തുടക്കത്തിൽ തന്നെ മറ്റുള്ളവരെ കയറി അങ്ങോട്ട് കയറി ചൊറിഞ്ഞതിന് ശേഷം തിരിച്ച് അവരെന്തെങ്കിലും പറയുമ്പോൾ ഒന്നും മിണ്ടാതെ നടന്നു പോകുന്ന ആ ഒരു പരിപാടി പണ്ടത്തെ സീസൺ മുതൽ കാണുന്നതാണ്. അങ്ങനെ അനീഷ് ഗെയിം കളിച്ച് മുന്നേറവേ 2 ആഴ്ച അവിടെയുള്ള മത്സരാർത്ഥികൾക്ക് അനീഷിനെ മനസ്സിലാക്കാൻ വേണ്ടി സമയം എടുത്തു എന്നുള്ളതാണ്. ആ 2 ആഴ്ച സമയം കൊണ്ട് ഈ അനീഷ് പറയുന്നതെല്ലാം മറുപടി പറഞ്ഞ് അനീഷിനെ പ്രകോപിപ്പിച്ച് അവിടെ ഒരു വഴക്കുണ്ടാക്കി അനീഷിന് കൂടുതൽ സ്പേസ് കൊടുക്കുന്ന പരിപാടി ഇപ്പോൾ ആ ബിഗ് ബോസ് വീട്ടിലെ മത്സരാർത്ഥികൾ അവസാനിപ്പിച്ചിരിക്കുകയാണ്. ഇപ്പോൾ ആരും അനീഷിനെ അങ്ങനെ വലുതായിട്ട് മൈൻഡ് ചെയ്യാറില്ല. അനീഷിൻ്റെ ഗെയിം എക്സ്പയർഡായി എന്നാണ് അവർ പറയുന്നത്. അനീഷ് എന്തെങ്കിലും പറയാൻ ചെന്നാൽ അവർ അതുമായി ബന്ധപ്പെട്ട് വലുതായി സംസാരിക്കുന്നില്ല. അനീഷിനെ അവർ കണക്കാക്കുന്നില്ല. കാര്യം ഇതെല്ലാം അനീഷിൻ്റെ നമ്പരാണെന്നും യഥാർത്ഥത്തിൽ അനീഷിൻ്റെ ഉള്ളിൽ നല്ലൊരു ഹ്യൂമൻ ബീയിങ് ഉണ്ടെന്നും ഈ കാണിക്കുന്ന എല്ലാം ഫേക്കായിട്ട് അനീഷിൻ്റെ സ്ട്രാറ്റജിയാണെന്നും മനസ്സിലാക്കി അവർ അത് തിരിച്ച് അനീഷിനെ ഒഴിവാക്കാൻ തുടങ്ങിയിരിക്കുകയാണ്. ഷാനവാസാണ് ഈ ഒരു ട്രെൻഡിന് തുടക്കമിട്ടത്. പിന്നീട് അത് അഭിലാഷും മറ്റുള്ളവരും ഏറ്റുപിടിച്ച് ഇപ്പോൾ അനീഷിന് വലുതായിട്ടുള്ള സ്ക്രീൻ സ്പേസ് അവിടെ കിട്ടുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം.